ദീപ നിഷാന്ത് ടീച്ചർ. അവർ കേരളവർമ്മ കോളേജിലെ ഒരു മലയാള അധ്യാപികയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ശ്രദ്ധേയ വ്യക്തിയാണ്. കേരളവർമ്മ കോളേജിൽ നേരത്തെ ബീഫ് ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അതിനെ പിന്തുണച്ച ആളാണ്. അവരുടെ ചില അഭിപ്രായ പ്രകടനങ്ങളെ തുടർന്ന് മാനേജ്മെൻറ്റ് നടപടിയെടുക്കാൻ പോയപ്പോൾ ഈ രാജ്യത്ത് വലിയ കലാപം ഉയർന്നു വന്നാണ്. ഇവരുടെ ഭൂതകാല കുളിർ എന്ന പുസ്തകം ഈ ബൈബിൾ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഏറ്റവും അധികം വിൽക്കപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ്. അപ്പോൾ ഇങ്ങനെ പ്രസിദ്ധയും മറ്റു വിധത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ ടീച്ചറെക്കുറിച്ച് പല ആളുകളും പലപ്പോഴും ഇങ്ങനെ അപവാദം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവർ ആരോ കവിത മോഷ്ടിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കലേഷ് എന്ന് പറഞ്ഞ ഒരു കവിയുടെ കവിത ഇവർ മോഷ്ടിച്ചു, ഇവരുടെ സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ചു. സത്യത്തിൽ ഈ ടീച്ചർക്ക് അതിൽ യാതൊരു പങ്കുമില്ല. മറ്റൊരു കുബുദ്ധി ഈ കവിത കലേഷിൻ്റെ ആണെന്ന് പറയാതെ ഇവർക്ക് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്ത. ഇവരത് പത്രത്തിലേക്ക് അയച്ചു കൊടുത്തു. പത്രത്തിൽ അച്ചടിച്ച് വന്നു, ഇവരുടെ പേരും വന്നു. ആ സമയത്ത് കലേഷ് എന്ന് പറഞ്ഞ കവി ഇത് കണ്ടുപിടിക്കാൻ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ടീച്ചർക്ക് സാമാന്യം ക്ഷീണമുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. പക്ഷേ ടീച്ചർക്ക് അതിൽ പങ്കൊന്നുമില്ല എന്ന് നമുക്കറിയാം. മറ്റേ കുബുദ്ധിയാണ് ഈ പണി ഒപ്പിച്ചത്. ഈ കുബുദ്ധിയുടെ വാക്ക് വിശ്വസിച്ച് പത്രത്തിലേക്ക് അയച്ചു കൊടുത്തു എന്നൊരു തെറ്റ് മാത്രമേ പാവ ടീച്ചറുടെ ഭാഗത്ത് അന്നുണ്ടായിരുന്നു. വരുന്ന 28-ാം തീയതി വരെ ടീച്ചർ ഒരു UK ട്രിപ്പിലാണ്. UK എന്ന് പറയുന്നത് പണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് യുണൈറ്റഡ് കിങ്ഡം എന്ന ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, നോർത്തേൺ അയർലൻഡ്, വെയിൽസ്, ഇത് 4 ചേർന്ന UK. ഈ UKയിൽ ഇവരും നമ്മുടെ പ്രഗത്ഭനായ സുനിൽ പി ഇളയിടവും കൂടി ചേർന്ന് ഒരു വലിയ സംവാദ സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ശങ്കര സർവകലാശാലയിൽ എങ്ങനെയാണ് പിൻവാതിൽ നിയമനം നടത്തുന്നത് എന്ന വിഷയത്തെക്കുറിച്ച് സുനിൽ മാഷും മൗലികമായിട്ട് എങ്ങനെയാണ് കവിതാ രചന നടത്തുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് ദീപ ടീച്ചറും ഇപ്പോൾ ബ്രിട്ടീഷ് മലയാളികളെ ഉത്ബുദ്ധരാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രസംഗ പര്യടനം മെയ് 14-ാം തീയതി ബെൽഫാസ്റ്റിൽ നിന്നാണ് ആരംഭിച്ചത്. നോർത്തേൺ അയർലൻഡിലാണ് ബെൽഫാസ്റ്റിൽ നിന്ന് ആരംഭിച്ച നോട്ടിംഗ്ഹാം, ന്യൂകാസിൽ, ലണ്ടൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പിന്നിട്ട് ഇത് മാഞ്ചസ്റ്ററിൽ അവസാനിക്കും. അപ്പോൾ ഈ പ്രസംഗ പര്യടന പരമ്പര അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയ്ക്കാണ് ടീച്ചർ അവിടുത്തെ സ്ഥലങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ടിൽഡൻ പാർക്ക് എന്നോ മറ്റോ ഉള്ള ഒരു സ്ഥലത്തെ ഈ ഉദ്യാനം കണ്ട് പ്രചോദിതയായിട്ട് ഒരു 4 വരി കവിത ഫേസ്ബുക്കിൽ കൊടുത്തു. ആ സ്ഥലത്തുള്ള ഫോട്ടോയുണ്ട്. ഫോട്ടോയിൽ ടീച്ചർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പച്ച വിരിപ്പിട്ട കൊച്ചു വരമ്പത്ത് എന്ന രീതിയിലുള്ള എന്തെങ്കിലും എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ എന്താണ് RSSകാരുടെ ഗണഗീതത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ടീച്ചർ കോട്ട് ചെയ്തത്. നമ്മളിവിടെ തിരിച്ചു പറയാൻ പാകത്തിലുള്ള പ്രാധാന്യമൊന്നും അതിനില്ല.